വിദ്യയുടെ വശത്ത് നിന്ന് ആലോചിക്കുമ്പോൾ വിദ്യ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ്. അവരുടെ വശത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അവർ നോക്കുമ്പോൾ വിദ്യ ചില നിലപാടുകൾ എടുക്കുന്നു, അതിന് പ്രതിപക്ഷം ഇടതുപക്ഷം പിന്തുണ നൽകുന്നു. അപ്പോൾ അവർ രാഷ്ട്രീയമായിട്ട് അങ്ങനെ ആരോപിക്കും. അതൊക്കെ നമുക്ക് പീഡനമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? എൻ്റെ ശരിയോ അല്ലെങ്കിൽ എൻ്റെ നിലപാടുകളല്ല, ഞാൻ സത്യസന്ധമായിട്ടുള്ള നിയമപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. നിയമപരമായിട്ടുള്ള ഒരു തീരുമാനത്തിന് ഒരു തെറ്റ് ശരിയെന്നില്ല, അത് നിയമം തന്നെയാണ്. ഇതല്ലാതെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് സ്ത്രീയെ പേടിപ്പിക്കുന്നതിന് ഒക്കെ ചില രീതികളുണ്ടല്ലോ. ആ തരത്തിൽ എന്തെങ്കിലും ഒരു പീഡനമോ ഭീഷണിയോ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നോ? ഇത് ഹരാസ്മെന്റ് ആണ്, മെന്റൽ ഹരാസ്മെന്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാർത്തയാക്കിക്കൊണ്ട് പ്രശസ്തി നേടുക, പ്രശസ്തിയായി മാറുക എന്നതാണ് വിദ്യയുടെ മനോഘടന എന്ന് ഇവരോട് അടുത്ത പല ആൾക്കാരും പറയുന്നുണ്ട്. ആ ആരോപണത്തെ എങ്ങനെ നേരിടും? അത് ഒരു ആരോപണം മാത്രമല്ലേ. കാരണം ഞാൻ ഒരു പത്രക്കാരെയും വിളിച്ചിട്ട് ഇപ്പം ഈ അനിലോ അക്കരയോ ദാസനോ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യാറില്ല. ജില്ലാ പഞ്ചായത്തിലെ എല്ലാ വിഷയങ്ങളും ജില്ലാ പഞ്ചായത്ത് മീറ്റിങ്ങുകളിൽ നേരിട്ട് പത്രക്കാർ വന്നിരുന്ന് അവർ കാണുന്ന കാര്യങ്ങളാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുവരേക്കും നടന്നിട്ടുള്ള അഴിമതിയുടെ ഒരു ആരോപണങ്ങളും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. 2.25 വർഷത്തിനിടയിൽ അനിൽ അക്കരയോ ദാസനോ തിരിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ഇതെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു പത്രങ്ങൾക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ടാണ്? ഇവരുടെ കയ്യിൽ അധികാരമുണ്ട്. UDF ഗവൺമെൻറ് ആണെന്ന് കേരളം ഭരിക്കുന്നത്, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. ഒരു രാഷ്ട്രീയ പിൻബലം ഇല്ലാത്ത എൻ്റെ പാർട്ടിയുടെ പ്രൊട്ടക്ഷൻ പോലും എനിക്കില്ല. എന്തുകൊണ്ട് എന്നെ ഒരു കേസിൽ ഒരു പ്രതിയാക്കുന്നില്ല? ആക്കണ്ടേ? എൻ്റെ പാർട്ടിയുടെ പ്രൊട്ടക്ഷൻ എനിക്കില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് CMB പരാതിപ്പെട്ടിട്ടുണ്ടോ? പരാതിപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം പരാതിപ്പെട്ടിട്ടുണ്ട്. CMB കൂടെ നിൽക്കുന്നില്ല ഈ കോഴ്സിലൊന്നും? പരസ്യമായിട്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. പലപ്പോഴും വിദ്യയുടെ സമയം കഴിഞ്ഞു, അതായത് വിദ്യക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കഴിഞ്ഞു, വിദ്യനെ UDF പുറത്താക്കി എന്ന് പറയുമ്പോൾ പോലും പാർട്ടി മൗനം പാലിച്ചിട്ടുണ്ട്. അതെനിക്ക് വേദന ഉണ്ടാക്കി. അവിടുത്തെ UDF കൺവീനർ CMB ജില്ലാ സെക്രട്ടറി കൂടിയായ MK കണ്ണനാണ്. അദ്ദേഹം ഇതിൽ അത്ര ഒരു നിലപാട് എടുത്തില്ല. അല്ല, അവർക്കൊക്കെ ഒരു ധാരണയുള്ളത് മുന്നണി സംവിധാനത്തിൽ ആരും അഴിമതിക്കെതിരെ എന്താ പറയാ പ്രതികരിക്കാൻ പാടില്ല. അതെന്റെ നയല്ല. അങ്ങനെ ഒരു ധാരണ അതാണ് UDF ധാരണ. ഇതെല്ലാവരും പോകുന്ന ഒഴുക്കിൽ കൂടെ പോകുക, അതിനല്ലല്ലോ ഞാൻ പോന്നിട്ടുള്ളത്. അപ്പോ ജില്ലാ സെക്രട്ടറിയെ കുറിച്ചാണ് ആ പരാതി പറയുന്നത് അതൊരു സത്യമാണ്, അല്ല എന്ന് പറയാനുള്ള. അപ്പൊ അങ്ങനെ ഒരു പരാതി ഉള്ളപ്പോ മേൽഘടകത്തിലാണ് പരാതിപ്പെടേണ്ടത്. MVR അടുത്ത് പരാതിപ്പെട്ടു. ഇപ്പൊ ഈ ഇഷ്യൂ ഞാൻ അദ്ദേഹത്തിന് കത്തയച്ചിരുന്നു. അത് ഫെബ്രുവരിയിൽ ഞാൻ കൊടുത്ത കത്ത്, അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഈ രാഷ്ട്രീയത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? വിദ്യ എന്താണ് തുടർന്ന് രാഷ്ട്രീയത്തിൽ എന്തായിരിക്കും വിദ്യയുടെ പൊസിഷൻ? ഈ രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UDF എനിക്ക് നീതി കിട്ടിയിട്ടില്ല. 2.25 വർഷം ഒരു സ്ത്രീ എന്നുള്ള ഒരു അഡ്വക്കേറ്റ് എന്നുള്ളൊരു കാര്യം പോട്ടെ, സാധാരണ വീട്ടമ്മയായിട്ടുള്ള എന്നെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിച്ചിട്ട് ഞാൻ ജയിച്ച് എനിക്കൊരു സ്ഥാനം തന്നു. അതിൽ മാനസികമായിട്ട് അവർക്ക് അഴിമതി നടത്താൻ പറ്റാതിരുന്ന, അതായത് അവർ നടത്തിയിട്ടുണ്ട് ഒരുപാട്, എങ്കിൽ കൂടി അതിനെ ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് എന്നെ പരമാവധി പീഡിപ്പിച്ചിട്ടുണ്ട്. അതിനവർ മറുപടി പറയണം എന്നോട്. UDF നേതൃത്വം മറുപടി പറയണം. വിദ്യയുടെ സമരം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനി ഞാൻ ചിലപ്പോ മറ്റേ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കും എന്നൊരു ഭീഷണിയല്ല, അത് സത്യമാണ്. അധികാരത്തിന് വേണ്ടി ചെയ്തില്ലെങ്കിൽ രാജിവെക്കുമെന്നാണ് പറയുന്നത്. എന്ന് നമുക്കൊരു സർട്ടൻ ആയിട്ട് ഒരു പീരീഡ് പറയാൻ പറ്റില്ല. കാരണം ഫെബ്രുവരിയിൽ ഞാൻ കൊടുത്ത കത്ത് അത് ഇന്ന് വരേക്കും അവർ കൺസിഡർ ചെയ്തിട്ടില്ല. എന്റെ ആവശ്യം അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ആവശ്യം. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പിൽ ഇടപെട്ട് ദാസനും അനിലും നടത്തിയിട്ടുള്ള എല്ലാ അഴിമതികളും അന്വേഷണത്തിന് വിധേയമാക്കണം. എന്നെ മെന്റൽ ഹരാസ്മെന്റ് നടത്തി ഈ രണ്ടുപേരും എന്നോട് മാപ്പ് പറയണം. അതില്ലെങ്കിൽ ഞാൻ രാജിവെക്കും. അല്ല, അവരൊരു സമയം എടുക്കട്ടെ. ഇതുവരേക്കും എന്നെ ഞാൻ ഈ പത്രസമ്മേളനം നടത്തിയിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. സമയമുണ്ട്. അവർക്ക് ആലോചിക്കാനുള്ളൊരു സമയം കൊടുത്തിട്ടുണ്ട് ഞാൻ. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനമൊന്നും ഇല്ലാതെ പെട്ടെന്ന് കക്ഷി രാഷ്ട്രീയത്തിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ് വിദ്യ. ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? കക്ഷി രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു സ്ത്രീ ആയിരുന്നാലും അവർക്കൊരു പ്രൊട്ടക്ഷൻ വേണം. സ്ത്രീക്ക് പ്രൊട്ടക്ഷനാണ് വേണ്ടേ, സ്വാതന്ത്ര്യമല്ലേ വേണ്ടേ? ഇപ്പോൾ വീട്ടിലായാലും പ്രൊട്ടക്ഷൻ വേണം, ഇപ്പോൾ നമ്മൾ പൊതുസമൂഹത്തിലായാലും പ്രൊട്ടക്ഷൻ വേണം, രാഷ്ട്രീയത്തിലായാലും പ്രൊട്ടക്ഷൻ വേണം, ഭരണരംഗത്തും പ്രൊട്ടക്ഷൻ വേണം. എന്നെ സംബന്ധിച്ച് എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ മാത്രമേ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും. അത് കിട്ടാതെ വരുമ്പോൾ എല്ലാവരുടെ ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ട്. ചിലർക്കത് ഉപയോഗിക്കാം, ചിലർക്കത് ഉപയോഗിക്കേണ്ട. ഞാനത് ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും 50% സംവരണം നിലനിൽക്കുകയാണ്. ഇനിയും തെരഞ്ഞെടുപ്പ് വരും, ഇനിയും സ്ത്രീകളെ കണ്ടെത്തേണ്ടി വരും. കാരണം 50% സ്ത്രീകൾ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലൊന്നും അങ്ങനെ നിൽക്കുന്നില്ല, പ്രവർത്തകരായിട്ട് നിൽക്കുന്നില്ല. പലപ്പോഴും അവരെ കണ്ടെത്തേണ്ടി വരും. അതിലേക്ക് വഴിതെറ്റി വരുന്ന വീട്ടമ്മമാർക്ക്, സാധാരണ സ്ത്രീകൾക്ക്, അനിയത്തിമാർക്ക് ഒക്കെ എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? ഇതിനെ പറ്റിയിട്ട് അറിയണം എല്ലാവരും. അതായത് ഇതൊരു തട്ടിപ്പാണ്. 50% എന്ന് പറഞ്ഞ് ഈ ഒരു തട്ടിപ്പിനെ പറ്റിയിട്ട് ജനം അറിയണം.
നമ്മൾ ഈ കാണുന്ന ഒരു എന്താ പറയുക ഈ പൊലിപ്പിച്ച് കാണിക്കുന്ന ഇതൊന്നുമല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത് ചരിത്രാതീത കാലം മുതൽക്കുള്ളതാണ്. സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് തല്ലി കളിക്കാനുള്ള ഒരു ഉപകരണമാണെന്ന് പണ്ടുള്ള ഒരു കാര്യമാണത്. രാഷ്ട്രീയത്തിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. സ്ത്രീകൾ കടന്നു വരണ്ടെന്നാണോ, കടന്നു വരുന്ന സ്ത്രീകൾ ചെറുത്ത് നിൽക്കണം എന്നാണോ? കടന്നു വരുന്ന സ്ത്രീകൾ ചെറുത്ത് നിൽക്കണം. അതായത് സ്ത്രീനെ പ്രൊട്ടക്ട് ചെയ്യാൻ ചങ്കൂറ്റുള്ള ഒരു പാർട്ടിയുടെ പിന്നിലെ വരാവും സ്ത്രീകൾ. അല്ലാതെ സ്ത്രീകൾ വെറുതെ വന്നിട്ട് കാര്യമില്ല. CMPക്കുള്ള കുത്താണോ അത്? ഏത് പാർട്ടിയിലും രാഷ്ട്രീയക്കാരി ആയിരുന്നില്ല എന്ന് പറഞ്ഞു. പഠിക്കുന്ന കാലത്തോ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നതിന് മുമ്പോ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. യാദൃച്ഛികമായിട്ട് CMPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മുളങ്കുന്തുകാവില് മത്സരിക്കുകയായിരുന്നു. കേരളത്തിലുള്ള ഏക ജില്ലാ പഞ്ചായത്ത് അംഗമായി മാറി CMPയുടെ. അങ്ങനെയൊക്കെ വന്ന ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ ഉള്ള സാധാരണ ഉറച്ചു നിന്ന് ദീർഘകാലം പ്രവർത്തിക്കുന്നവരെ പോലെ എങ്ങനെ ഈ വധഭീഷണിയെ അതിജീവിച്ച് ഉറച്ചു നിൽക്കാൻ പറ്റി? അതിപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, സ്വാഭാവികമായിട്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. രണ്ടാമത് ഇപ്പോൾ നമ്മൾ മരിക്കാനാണ് ഈ യോഗം എന്നുണ്ടെങ്കിൽ അത് വീട്ടിലിരുന്നാലും മരിക്കും. പിന്നെ ചെയ്തൊരു കാര്യത്തിൽ നിന്ന് പിന്മാറാനായിട്ട് എനിക്ക് ഒരു കാരണവശാലും പറ്റില്ല. തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എതിർക്കും. അതാണ് എൻ്റെ നയമായിരുന്നത്. അച്ഛൻ രക്തസാക്ഷിയാണ്? അച്ഛൻ രക്തസാക്ഷിയായിരുന്നു. CPIMന്റെ രക്തസാക്ഷി? CPIMന്റെ. എങ്ങനെയാണ് അച്ഛൻ കൊല്ലപ്പെട്ടത്? അച്ഛൻ അത് ഞാൻ ചെറിയ കുട്ടിയാണത്, അപ്പം എനിക്ക് അത്രയും ഓർമ്മയില്ല. അപ്പം അച്ഛൻ CPIMന്റെ ആക്റ്റീവായിട്ടുള്ളൊരു വർക്കറായിരുന്നു. രണ്ട് പാർട്ടികൾ തമ്മിലുണ്ടായിരുന്നിട്ടുള്ള അന്നത്തെ ഒരു തർക്കത്തിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ്റെ ഒരു കൂട്ടുകാരനെ എതിർ പാർട്ടിക്കാർ വെട്ടിയിട്ടു. അപ്പം അന്ന് അയാളെ ആരും കൊണ്ടുപോകരുത് ആശുപത്രിയിൽ എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ ഭയങ്കര ചങ്കൂറ്റുള്ള ഒരാളായിരുന്നു. അച്ഛൻ്റെ ചങ്കൂറ്റൊക്കെ ചിലപ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അച്ഛൻ അയാളെ എടുത്തിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഈ CPMകാരനെയാണ് വെട്ടിയിട്ടിരുന്നത്. അയാളെ രക്ഷിച്ചു. ഇപ്പോഴും അയാളുടെ കൈയൊക്കെ ഒടിഞ്ഞു തൂങ്ങിയിട്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നാരായണനെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അതുപോലെ ചെയ്തു. അങ്ങനെ അച്ഛനെ ബോംബ് എറിഞ്ഞ് വെട്ടി കൊലപ്പെടുത്തുക ചെയ്തേ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എത്ര വയസ്സുണ്ട് വിദ്യക്ക്? ഞാനന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 5ാം ക്ലാസ്? 10 വയസ്സോളം. അപ്പോൾ അച്ഛനെ വെട്ടി നുറുക്കി കൊണ്ടുവന്ന് രാവിലെ തുടങ്ങി പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രാവിലെ തുടങ്ങിയുള്ള വിലാപയാത്ര എല്ലായിടത്തും പൊതുദർശനത്തിന് വെച്ച് വീട്ടിൽ വരുമ്പോൾ രാത്രി 7 മണിയാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടികൾ. അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ കൊണ്ടിരുത്തുകയാണ്. ഞങ്ങൾക്ക് കാണാൻ പറ്റണില്ല, കാരണം അത്രയും ഭീകരമായിട്ടുള്ളൊരു രൂപമായിരുന്നു തുന്നിക്കെട്ടിയിട്ട്. അപ്പം ഞങ്ങളൊക്കെ അലറിക്കരഞ്ഞ് ഓടിപ്പോയി ഞങ്ങൾ അവിടെ നിന്ന്. അപ്പം വല്ലാത്തൊരു അനുഭവം. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് ഒരിക്കലും രാഷ്ട്രീയത്തിൽ മകൾ എന്നുള്ള ഒരു തോന്നൽ നയിക്കുന്നുണ്ടോ? പിന്നെന്താ, 100% ഉണ്ട്. അച്ഛൻ ഭയങ്കര ധീരനായിരുന്നു. എല്ലാവരും പറയും അച്ഛൻ്റെ എല്ലാ ധൈര്യം കിട്ടിയിട്ടുള്ളത് വിദ്യക്കാണ്. തീർച്ചയായിട്ടും നമുക്ക് അഴിമതി അല്ലെങ്കിൽ ഒരു ശരിയല്ലാത്തൊരു കാര്യം ആരും ചെയ്ത് കണ്ടു നിൽക്കാൻ തോന്നില്ല. അങ്ങനെയാണ്. ഈ വധഭീഷണിക്ക് ഉണ്ടായ സമയത്ത് വീട്ടിൽ നിന്ന് പറയും, അച്ഛനപ്പോൾ സംഗീതിൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയും ഇപ്പോൾ പോകണ്ട, കുഞ്ഞു മോളുള്ളത് ഭർത്താവിൻ്റെ പറയും ഇപ്പോൾ പോകണ്ട, എന്തായാലും അവരൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ആൾക്കാരാണ്, വിദ്യ എന്തായാലും പോകണ്ട, 2 വീലറിൽ പോകണ്ട. പോവാതിരുന്നിട്ടൊന്നുമില്ല. ചെയ്തൊരു കാര്യമുണ്ട്, കുഞ്ഞിൻ്റെ മുലകുടി നിർത്തി ഞാൻ. ഇനിയിപ്പോൾ അവനങ്ങനെ ഒരു ഇനിയിപ്പോൾ ഞാൻ മരിച്ചു പോയാലും കുഞ്ഞിനങ്ങനെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കി ഞാൻ. കുഞ്ഞിന് പാല് കൊടുക്കാൻ ആളില്ലാതെ വരുന്നത് കുഞ്ഞ് ഫീൽ ചെയ്യരുത്, ഒരു മുൻകരുതലെടുത്തു. തീർച്ചയായിട്ടും. തൃശ്ശൂരെ പ്രാദേശിക പത്രങ്ങളിൽ വന്ന ഒരു ഫോട്ടോ ഉണ്ട്. കുഞ്ഞിനെ ഒക്കത്തെടുത്തുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരമ്മ, കുഞ്ഞിനെ താഴെ വെക്കാൻ പറ്റുന്നില്ല, പ്രസംഗിക്കുന്ന ഒരമ്മ. അതെങ്ങനെ സംഭവിച്ചു? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സാധാരണയായിട്ടുള്ളൊരു വീട്ടമ്മയാണ്. അപ്പോൾ മകന് 2 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് രാഷ്ട്രീയത്തിൽ ഈ ഒരു ടിക്കറ്റ് കിട്ടുന്നത്. അങ്ങനെ ഭാരവാഹിയായപ്പോ ഈ കുഞ്ഞിനെയും കൊണ്ട് പൊതുചടങ്ങുകൾക്ക് പോകാൻ തുടങ്ങി. അവനെയും കൊണ്ടുപോകും ഞാൻ. പ്രസംഗിക്കുമ്പോഴും ഒക്കത്തവനുണ്ടാവും. പ്രസംഗിക്കുമ്പോൾ പിന്നെ ഇപ്പോൾ അവിടെ ഇപ്പോൾ ഒരു പൊതുപരിപാടിയാണെങ്കിൽ ചെറിയ കുട്ടിയല്ലേ, 2 വയസ്സുള്ള ഒരു കുട്ടീനെ എടുക്കാൻ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവും. ഇവൻ ആരെയും കയ്യിൽ പോവില്ല. ഇവനെ ഞാനൊരു കസേരയിൽ ഇരുത്തിയാൽ വലിഞ്ഞു കയറി എൻ്റെ ഒക്കത്ത് വന്നിരുന്ന് ഇവനും കൂടെ കലബലുണ്ടാകും. അതായത് ഇപ്പം ഞാനൊരു കാര്യം പ്രസംഗിക്കുമ്പോൾ ഇവൻ ആ മൈക്ക് പിടിച്ചെടുത്തിട്ട് അവനും അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കലവില പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം. അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു താക്കോൽ ദാന പരിപാടി വീടുകളുടെ അതിന് പോയപ്പോൾ അവർക്ക് ഭയങ്കര കൗതുകം തോന്നി. ഇത് സ്ഥിരം ഇവൻ ചെയ്യണ കാര്യം അത്. അങ്ങനെയാണ് ഫോട്ടോ ആയത്. അതാണ് അങ്ങനെ ഒരു വാർത്ത. അങ്ങനെയൊക്കെ എടുത്ത ആ ഒരു പെയിൻ ഉണ്ട്, അതിലൊരു വേദന എടുത്തിട്ടാണ് അത് ഒക്കെ ചെയ്തത്. അതൊക്കെ വെറുതെ ആയി എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? എനിക്ക് തോന്നുന്നില്ല അത്. വളരെയധികം നന്ദി ഞങ്ങളോട് പങ്കെടുത്ത് ഇത്രയധികം സംസാരിച്ചതിന് വളരെയധികം നന്ദി.